ഹായ് എവരിവൺ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് അമ്മമാർക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അമ്മ കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാലേ കുഞ്ഞിനെ കംഫർട്ടബിൾ ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്കിലേ ലാച്ചിങ് ശരിയാവത്തുള്ളൂ, അപ്പോഴേ കുഞ്ഞിന് നല്ലപോലെ പാല് കുടിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് ബാക്ക് സപ്പോർട്ട് ഉള്ള ഒരു ചെയറിലായിരിക്കണം, അതുപോലെ തന്നെ ആം റെസ്റ്റ് ഉണ്ടാകും. ഇപ്പൊ ഫസ്റ്റ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷനാണ് ക്രേഡിൽ പൊസിഷൻ. അപ്പൊ ആദ്യം നമ്മൾ കുഞ്ഞിന്റെ തല അമ്മയുടെ എൽബോയുടെ അവിടെ, കൈമുട്ടിന്റെ അവിടെ, അമ്മയുടെ പാം കുഞ്ഞിന്റെ ബട്ടക്സിന്റെ അവിടെയുമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കൈ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എൽബോയുടെ അടിയിൽ ഒരു പില്ലോ കൂടെ വെക്കുക, എന്നിട്ട് പൊസിഷൻ ചെയ്യുക. ഇങ്ങനെയാണ് ക്രേഡിൽ പൊസിഷൻ വരുന്നത്. അടുത്തതാണ് ക്രോസ് ക്രേഡിൽ പൊസിഷൻ. ക്രോസ് ക്രേഡിൽ പൊസിഷനിൽ മറ്റേ കൈ കൊണ്ട് നമ്മൾ കുഞ്ഞിന്റെ തല ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ റിലാക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് കുഞ്ഞിന്റെ വായിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ക്രോസ് ക്രേഡിൽ പൊസിഷൻ. മൂന്നാമതായിട്ടുള്ളതാണ് ഫുട്ബോൾ പൊസിഷൻ. ഇത് ട്വിൻസിനെ സിസേറിയൻ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഫീഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെയാണ് ഫുട്ബോൾ ഹോൾ പൊസിഷൻ ഉപയോഗിക്കുന്നത്. അതിൽ കുഞ്ഞിനെ ഇതിലേക്കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫീഡ് ചെയ്യും. ഒരു കുഞ്ഞിനെ ഇത് വഴി ഒരു കുഞ്ഞിനെ ഇതുവഴി നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫുട്ബോൾ ഹോൾ. പിന്നെ ഉള്ളതാണ് സൈഡ് ലൈൻ പൊസിഷൻ. ഈ സിസേറിയനൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് അമ്മയ്ക്ക് ഇരുന്ന് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കിടത്ത് ഫീഡ് ചെയ്യുന്നതാണ് സൈഡ് ലൈൻ പൊസിഷൻ. പക്ഷെ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മ അലേർട്ട് ആയിരിക്കണം. കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോരുത്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ മൂക്കടഞ്ഞ് കുഞ്ഞിന് ശ്വാസം മുട്ടൽ അങ്ങനെയൊന്നും വരാൻ ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളതാണ് ലേറ്റ് ബാക്ക് പൊസിഷൻ. അതായത് പുറകോട്ട് കിടന്ന് കുഞ്ഞിനെ ഇതുപോലെ വെച്ച് ഫീഡ് ചെയ്യുന്നതാണ് ലേറ്റ് ബാക്ക് പൊസിഷൻ. അത് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് റിക്ലൈനറൊക്കെ കിടന്ന് നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ലേറ്റ് ബാക്ക് പൊസിഷൻ. ഇതുപോലെ 5 പൊസിഷൻസ് ആണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരിക്കലും കുനിഞ്ഞു നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ ഫീഡ് ചെയ്യരുത്. അപ്പൊ അമ്മയ്ക്ക് നടുവേദന വരും, കുഞ്ഞിന്റെ ലാച്ചിങ് ശരിയാവത്തില്ല, കുഞ്ഞിന് ശരിയായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരുന്ന അമ്മയും കുഞ്ഞും കംഫർട്ടബിൾ ആയിരിക്കണം ബ്രസ്റ്റ് ഫീഡിങ്ങിന്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.